ഹല്ലേലൂയ, ദൈവത്തിന്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രികാലം നിങ്ങളുടെ മുമ്പിൽ ഒരു വചനമായി നിൽക്കുവാൻ തക്കോണം ദൈവം എന്നെ ഇടയാക്കിയ കൃപയോട് ഞാൻ ദൈവത്തെ നന്ദി ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുപോലെ വേദിയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ കടന്നു വന്ന ദൈവജനങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഒരു വചനം പറയാൻ തക്കവണ്ണമുള്ള ഒരു ഒരുക്കത്തോടു കൂടി അല്ല ഞാൻ വന്നത്. കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വന്ന സമയത്ത് പാസ്റ്റർ പറഞ്ഞു, മനുഷ്യരുടെ ഈ ആഴ്ച നാളെ വചനത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പറയണം, എന്തെങ്കിലും അനുഭവ സാക്ഷ്യവും എല്ലാം കൂടെ ഒന്ന് ചേർത്ത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. സത്യം ഇന്നലെയും പാസ്റ്ററിനെ വിളിച്ചു, ഒരു ശരി റെഡി ആണോ എന്ന് ചോദിക്കുമ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്നൂടെ റെഡിയല്ല. പാസ്റ്റർ പറഞ്ഞപ്പോൾ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. എന്തായാലും ദൈവം നടത്തുന്ന പോലെ ആയിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നിങ്ങളേവരും വായിച്ച് പരിചയപ്പെട്ട അനേക ദേവദാസന്മാർ വന്ന് പ്രസംഗിച്ച് കടന്നുപോയ വേദഭാഗ്യത്തിൽ നിന്നുമാണ് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഞാനത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന്. 1 ശമൂവേലിലെ പ്രവാചക പുസ്തകത്തിൽ നിന്നും 1-ാം അധ്യായത്തിൽ നിന്നും ചില വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വേദഭാഗത്തിൽ അതിൻ്റെ 1-ാം അധ്യായത്തില് എഫ്രയീം മലനാട്ടിൽ എൽക്കാന എന്ന പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. ഈ സഹോദരന് 2 ഭാര്യമാരായിരുന്നു. ഒന്ന്, എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരുത്തിക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെനീന എന്നും പേരായിരുന്നു. എന്നാൽ ഹന്നായ്ക്ക് മക്കളില്ലായിരുന്നു, പെന്നീനയ്ക്ക് മക്കളുണ്ടായിരുന്നു. ഈ പെന്നീനയ്ക്ക് മക്കൾ ഉണ്ടായിരുന്നു, ഹന്നായ്ക്ക് മക്കളില്ലാത്ത നിമിത്തം ഹന്നായെ എപ്പോഴും തന്റെ പ്രതിയോഗിയായ ഹന്ന വളരെയധികം മാനസികമായി പീഡിപ്പിക്കുവാൻ ഇടയായിട്ടുണ്ട്. പക്ഷെ ഹന്ന അത് വളരെ തനിക്ക് അത് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത രീതിയിൽ വളരെ അത് പ്രയാസമുണ്ടാക്കി. ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഹന്നായ്ക്ക് മക്കളിൽ ഇല്ലാത്തതിലല്ല തന്റെ വിഷമം, തന്റെ പ്രതിയോഗി തന്നെ എപ്പോഴും തന്നെ ബുദ്ധിമുട്ടിക്കുകയും തന്നെ വളരെ പ്രയാസപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് ഹന്നായ്ക്ക് വളരെ മാനസികമായ ബുദ്ധിമുട്ടുണ്ടായത്. തന്റെ സങ്കടവും പ്രയാസവും ഒക്കെയും അത് കടന്നു വന്നിട്ട് തന്റെ ഭർത്താവിനോട് താൻ വന്ന് പറയുകയും ചെയ്യുകയുണ്ടായി. അപ്പോഴെല്ലാം തന്റെ ഭർത്താവ് പറയുന്നു, നീ എന്തിനാണ് നീ വിഷമിക്കുന്നത്? നിന്റെ മറ്റു മക്കളെക്കാളും അധികം ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലേ? നീ എന്തിനാണ് നീ ഭാരപ്പെടുന്നത്, പ്രയാസപ്പെടുന്നത് ഒക്കെ പറയുവാനിടയായി. എങ്കിലും അതൊന്നും തനിക്ക് തന്റെ ജീവിതത്തിൽ അത് ആശ്വാസമായി കൊള്ളുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഹന്ന വളരെയധികം ഭാരപ്പെട്ടു, പ്രയാസപ്പെട്ടു, ദൈവസന്നിധിയിൽ കരയുവാനിടയായി. അവൾ ദേവാലയത്തിൽ ചെന്നു ദൈവസന്നിധിയിൽ മുട്ടുമുടക്കി തന്റെ സങ്കടങ്ങൾ പറയുവാനിടയായി. ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മുടെ ഹന്ന ഇതേപോലെ തന്നെ വേദപുസ്തകത്തില് അബ്രഹാമിന്റെ ഭാര്യ സാറായിയെ കുറിച്ച് പറയുന്നുണ്ട്. അബ്രഹാമിനോട് പറയുന്നുണ്ട്, നിനക്ക് ഞാൻ ഒരു അടുത്ത വർഷം നിനക്ക് ഒരു സന്തതിയെ തരുമെന്ന്. എന്നാൽ ദൈവം കൊടുത്തൊരു വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് സാറ വേറെ മാർഗത്തിലൂടെ തന്റെ തന്റെ വെപ്പാട്ടിൽ നിന്നും ഒരു സന്തതിയെ ഉളവാക്കാൻ തക്കവണ്ണം ഇടയായി. ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉള്ളപ്പോൾ നമ്മൾ വളഞ്ഞ വഴിയിലൂടെ പോകരുത്. ദൈവത്തിന്റെ വാഗ്ദത്തം അനുസരിച്ച് നമ്മൾ പോകണം. അതിന്റെ സാറ വേറൊരു വഴിയിലൂടെ പോയി വെപ്പാട്ടിൽ നിന്നും തനിക്കൊരു സന്തതി ഉണ്ടായ നിമിത്തം ഇന്നും അതിന്റെ ഭാരങ്ങൾ ഇന്ന് ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് എന്തെങ്കിലും ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ആ വാഗ്ദത്തത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഹന്ന മറ്റൊന്നും തനിക്ക് തന്നെ ആരോടും ഒരു പരിപ്പും ഇല്ലാതെ തന്റെ ഹൃദയത്തിന്റെ ഭാരം ഇറക്കി വെക്കുവാൻ താൻ ദേവാലയത്തിൽ ചെന്നു വളരെ വേദനയോടെ, ഹൃദയഭാരത്തോടെ താൻ വളരെ വേദനയോടെ കരയുവാനിടയായി. കരഞ്ഞപ്പോൾ അവിടുത്തെ പുരോഹിതൻ കണ്ടിട്ട് ചോദിക്കുന്നു, ഹന്നായെ നീ എന്തിനാ കരയുന്നത്? നീ രാവിലെ നീ വീഞ്ഞു കുടിച്ചിട്ടുണ്ടോ? നീ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഹന്ന പറഞ്ഞു, ഇല്ല യജമാനനെ, ഞാൻ മദ്യപിച്ചിട്ടില്ല, ഞാൻ കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ല. എന്റെ ഹൃദയത്തിന്റെ ഭാരം ഞാൻ ദൈവസന്നിധിയിൽ ഇറക്കി വെക്കുകയാണ് ചെയ്തതെന്ന് പറയുവാനിടയായി. അങ്ങനെ ഹന്ന ദൈവസന്നിധിയിൽ വളരെ അധികം ഭാരപ്പെട്ട് കരയുവാനിടയായി. അങ്ങനെ തന്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒന്നും തന്റെ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചിട്ട് മറ്റാരോടും പരിഭ്രാന്തം ഇല്ലാതെ ദൈവസന്നിധിയിൽ താൻ പറയാനിടയായി. ഞാൻ ഓർക്കുകയായിരുന്നു, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒത്തിരി നമ്മളെ പ്രാർത്ഥിക്കും. ഹന്നായെ കുറിച്ച് വന്നിച്ചോളം ഞാൻ നോക്കുമ്പോൾ വളരെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവീകമുള്ള ഒരു പൈതലായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. തന്റെ ജീവിതത്തിൽ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ വന്നിട്ടും ഇത്രയധികം തന്നെ മറ്റുള്ളവർ നിന്ദിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും അവൾ ഒരിക്കൽ പോലും അവൾ പിന്മാറുവാനിടയായില്ല.
അവൾ ദൈവസന്നിധിയിൽ അവളുടെ പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ ആലയത്തിൽ ചെന്ന് ദൈവത്തോടെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുവാനാണ് ഇടയായത്. ഞാൻ വേദപുസ്തകത്തിൽ ഞാൻ വായിക്കുമ്പോൾ അവളുടെ ഞാൻ നോക്കുമ്പോൾ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തില് 13-ാം അധ്യായത്തില് 13-ാം അധ്യായത്തിലെ 10-ാം വാക്യത്തില് ഒരു കൂനിയായ ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. ഈ കൂനിയായ സ്ത്രീയെ കുറിച്ച് ഞാൻ വായിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ കൂനിയായ സ്ത്രീ ഒരിക്കൽ പോലും തന്റെ ആരാധന മുടക്കാതെ എല്ലാ ദിവസവും ദേവാലയത്തിൽ കടന്നു പോകുമായിരുന്നു. തന്റെ ജീവിതത്തിലെ കൂന് തനിക്കൊരു പ്രശ്നമായിട്ട് താൻ കണ്ടില്ല. തന്റെ ജീവിതത്തിൽ അതൊരു പ്രശ്നമായിരിക്കാം, പക്ഷെ തന്റെ പ്രാർത്ഥനയ്ക്കോ തന്റെ ആരാധനയ്ക്കോ തൻ കൂന് ഒരു വിഷയമായി താൻ കണ്ടില്ല. തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ കൂനിന് ഒരു സൗഖ്യം ലഭിക്കുമെന്ന് ആ സ്ത്രീ ഒരിക്കൽ പോലും അവളുടെ മനസ്സിൽ അവൾ വിചാരിച്ചു കാണത്തില്ല. അവൾ കാര്യം അവൾ ജന്മനാൽ ചിലപ്പോൾ ഒരു പക്ഷേ കിട്ടിയതായിരിക്കാം. അതുകൊണ്ട് തന്റെ ജീവിതത്തിൽ ഒരിക്കലും ഈ കൂനിന് ഒരു സൗഖ്യം വരികയില്ല എന്ന് ആ സ്ത്രീയെ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. എങ്കിൽ അവർ ഒരു ദിവസം പോലും ആരാധന മുടങ്ങാതെ എല്ലാ ആഴ്ചയിലും കഴിഞ്ഞ 18 വർഷമായി ആ സ്ത്രീ, ആ സഹോദരി ആ ദേവാലയത്തിലേക്ക് കടന്നു പോകുകയാണ്. അവൾ ഒരിക്കൽ പോലും അവർക്ക് ആരോട് ഒരു പരിഭവമില്ല, ഒരു പരിഭ്രാന്തിയുമില്ല. ഞാൻ മനസ്സിൽ ഞാൻ വിചാരിക്കുകയാണ്, ഒരുപക്ഷെ അവൾ ദേവാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ അനേകർ, എന്റെ മാനുഷികമായ ചിന്തയാണ്, അനേകർ അവളെ നോക്കി നിന്ദിച്ചിട്ടുണ്ടായിരിക്കാം, പരിഹസിച്ചിട്ടുണ്ടായിരിക്കാം. ഇവൾക്ക് എണ്ണിച്ച് നടക്കുവാൻ പോലും വയ്യ, കൂനിയാണ് ആലയത്തിലേക്ക് പോകുന്നത്, ഇവൾക്ക് പോയിട്ട് എന്താ പ്രയോജനം എന്നൊക്കെയും പലരോടെ നിന്ദിച്ചിട്ടുണ്ടായിരിക്കാം. ഇതുപോലെ ഒരു കാലത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലയത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല കുറവുകളും ഉണ്ടായിരിക്കാം, ചില കുറ്റങ്ങളും കുറവുകളും ബലഹീനതകളും ഒക്കെ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ തലമുറ വിഷയമായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ ഭൗതിക വിഷയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മുടെ ഭാരപ്പെടുന്ന വിഷയങ്ങളായിരിക്കാം. അതിനെ വിരൽ ചൂണ്ടിക്കൊണ്ട് പലരും നമ്മളെ നിന്ദിച്ചിട്ടുണ്ടായിരിക്കാം, പരിഹസിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആ സഹോദരി അതൊന്നും വകവെക്കാതെ ദേവാലയത്തിലേക്ക് കടന്നു പോവുകയാണ്. ഒരിക്കൽ പോലും തന്റെ ആരാധന മുടക്കുവാൻ, ഒരിക്കൽ പോലും തന്റെ കൂന് തനിക്കൊരു വിഷയം, ഒരിക്കൽ പോലും തനിക്ക് സൗഖ്യം പ്രാപിക്കില്ല എന്നുള്ള ഒരു ചിന്ത അവൾക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ അവൾക്ക് അതൊന്നുമല്ല ഒരു വിഷയം. എനിക്ക് ആലയത്തിൽ പോകണം, എനിക്ക് എന്റെ ദൈവത്തെ ആരാധിക്കണം, എന്റെ ദൈവത്തെ സത്യത്തിൽ ആത്മാവിനെ എനിക്ക് ആരാധിക്കണം എന്നുള്ള ഒരു ചിന്തയോടുകൂടെ, തനിക്ക് ആരാധന മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടെ അവൾ എന്നും മുടങ്ങാതെ ദേവാലയത്തിലേക്ക് കടന്നു പോകും. എന്നാൽ തന്റെ പ്രശ്നം വരുമ്പോൾ തന്റെ ജീവിതത്തിലെ ആ പ്രതികൂലം തനിക്കൊരു വിഷയമായി കണ്ടില്ല. ആലയത്തിലേക്ക് കടന്നു പോയപ്പോൾ ഒരു ദിവസം യേശു ആലയത്തിലേക്ക് കടന്നു വന്നു. യേശു ആലയത്തിലേക്ക് കടന്നു വന്നു, അവളെ കണ്ടു, അവളെ വിളിച്ചു. അനേക ദേവാലയത്തിൽ ഉണ്ടായിരിക്കാം, എങ്കിൽ ആ കൂനിയായ സ്ത്രീയെ യേശു അവളെ കണ്ടിട്ട് അവളെ വിളിച്ചിട്ട് അവളെ സൗഖ്യമാക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന എന്റെ ദൈവത്തിന്റെ ജനമേ, ഞാൻ ഉദ്ദേശിക്കുന്ന ഇത്രമേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും നമ്മുടെ ചെറിയ നിസ്സാര പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ആരാധന മുടക്കിയെന്നിരിക്കാം, നമ്മൾ പ്രാർത്ഥന നമ്മൾ മുടക്കിയെന്നിരിക്കാം. നമ്മൾക്ക് പക്ഷെ നമ്മൾ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. നമ്മൾക്ക് എന്തെല്ലാം രോഗങ്ങൾ വന്നാൽ പക്ഷെ നമ്മൾ മുടക്കാതെ നമ്മൾ ജോലിക്ക് പോകും. ചിലപ്പോൾ നിസ്സാര പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മളുടെ ആരാധന മുടക്കിക്കളയുന്നത്. എന്നാൽ ഈ സഹോദരി ഒരിക്കൽ പോലും തന്റെ ആരാധന മുടക്കാതെ ആലയത്തിൽ കടന്നു വന്നപ്പോൾ ഒരു ദിവസം യേശു അവളെ കണ്ടു, അവളെ തൊട്ടു, അവൾക്ക് സൗഖ്യമാക്കാനിടയായി. നമ്മൾ എപ്പോഴാണ് എന്ന് നമ്മൾ മുടങ്ങാതെ കരുതുന്നവരും എപ്പോഴാണ് ദൈവം നമ്മളെ സന്ദർശിക്കുന്നത് നമുക്ക് അറിയാൻ കഴിയില്ല. ഒരു ദിവസം നമ്മളുടെ വിഷയങ്ങൾ എന്തായിക്കോട്ടെ, നമ്മൾ ഒരിക്കൽ പോലും നമുക്ക് പരിഹാരം ലഭിക്കത്തില്ല, നമ്മൾ ചിന്തിച്ച് പ്രാർത്ഥിച്ച് ഉപേക്ഷിച്ച് കളഞ്ഞ പല വിഷയങ്ങൾക്കായിരിക്കും ദൈവം നമുക്ക് വിടുതലായി. കാരണം നമ്മൾ വേറെ പല വിഷയങ്ങൾക്കായിരിക്കും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിഷയത്തിൽ നമ്മൾ ചിന്തിക്കാത്ത, പ്രതീക്ഷിക്കാത്ത വേറെ വിഷയങ്ങൾക്കായിരിക്കും ദൈവം നമ്മൾക്ക് മറുപടി തരുന്നത്. നീ നമ്മുടെ വിഷയത്തിലെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതികൂലങ്ങളെ, പ്രയാസങ്ങളെ എന്തായിക്കോട്ടെ, ദൈവം നിന്റെ ആരാധന നീ മുടക്കരുത്. ഞാൻ എന്റെ ജീവിതം നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിലല്ല, നമ്മൾ പ്രാർത്ഥിക്കാത്ത വേറെ ചില വിഷയങ്ങൾക്കായിരിക്കും നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമായിരിക്കും ദൈവം നമ്മളെ കുറിച്ച് നമുക്ക് ദൈവം ചില നന്മകൾ തരാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു അനുഭവം പറയാം. ഞാൻ ഏതാണ്ട് 18-19 വർഷം വയസ്സായപ്പോൾ ഞാൻ എന്റെ ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ ബോംബെയിലേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് ഒരു ചെറിയൊരു കമ്പനിയിൽ ഞാൻ ജോലി ചെയ്തു, ഒരു സബ് കോൺട്രാക്ടറിൽ ഞാൻ ജോലി ചെയ്യുകയായിരുന്നു. ഞാൻ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് അവിടുത്തെ കോൺട്രാക്ട് കഴിഞ്ഞ് എനിക്ക് ജോലി നഷ്ടപ്പെടുവാനിടയായി. അങ്ങനെ ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ അലഞ്ഞു, എനിക്കൊന്നും ജോലി കിട്ടുന്നില്ല. ഞാൻ വളരെ ഭാരപ്പെട്ടു. ഞാൻ എന്റെ റൂമിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ അനേകരോട് ഞാൻ ജോലിക്ക് അന്വേഷിച്ചു, ആരും എനിക്ക് ജോലി തരുവാൻ തയ്യാറായില്ല. ഞാൻ വളരെ ബുദ്ധിമുട്ടു. ഞാനൊരു ദിവസം, ഞാനൊരു ഓർത്തഡോക്സ് കാരനാണ്, എനിക്ക് പ്രാർത്ഥനയെ കുറിച്ച് പ്രാർത്ഥിക്കാനൊന്നും എനിക്കറിയില്ല.
എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും എനിക്കറിയില്ല. ഞാൻ റൂമിൽ ആരുമില്ലായിരുന്നു. ഞാൻ റൂമിൽ മൂലയ്ക്കിരുന്നൊരു പായ എടുത്തിട്ട് നടുക്കിട്ടിട്ട് ഞാൻ മുട്ടുമേൽ നിന്ന് കണ്ണുനീര് കഥവടച്ചിട്ട് ഞാൻ മുട്ടുമേൽ കണ്ണുനീര് ഇരുന്നോട് ഞാൻ ദൈവത്തോട് ഞാൻ എന്റെ പ്രശ്നങ്ങളെ ഞാൻ ദൈവസന്നിധിയിൽ ഞാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പാ മടക്കി മൂലയിലോട്ട് മടക്കി വെച്ചു. ഏതാനും നിമിഷങ്ങൾ പോലും സമയം പോലും എടുത്തില്ല. ആരോ ഒരാൾ വന്നിട്ട് കഥവിന് മുട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ കഥ തുറന്നു. ഒരു പരിചയമില്ലാത്ത ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ വേറെ ഒരാളെ തിരക്കിയുള്ള ഒരു ജോലിക്ക് വേറെ ആൾ അന്വേഷിച്ച് ഇവിടെ വന്നതാണ്. ഞാനിപ്പോ ഇവിടെ എനിക്ക് പരിചയം ഒരാളുണ്ട്, ആളിനെ അന്വേഷിച്ച് വന്നേ. ഞാൻ പറഞ്ഞ ആളില്ല, ഒരു ജോലിക്ക് പോയിരിക്കാണെന്ന്. അപ്പൊ ഞാനൊരു മലയാളി ഇല്ലെന്ന് വെച്ചിട്ട് ആ മനുഷ്യനെ ഞാൻ പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ വന്ന. പറഞ്ഞു ഞങ്ങളൊരു ചെറിയൊരു സബ് കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്, അവിടെ ഞാൻ കുറച്ച് ആൾക്കാരെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെ ഞാൻ കുറച്ചാളെ ജോലി കിട്ടില്ലാതിരിക്കുക, ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആയിക്കൊണ്ടാവും, വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ നിമിഷം തന്നെ ആ മനുഷ്യന്റെ കൂടെ ഞാൻ ജോലിക്ക് പോകാനിടയായി. ഞങ്ങളിടയിൽ കുറച്ച് നാൾ മാത്രമേ ഞാൻ ആ മനുഷ്യന്റെ കൂടെ ഞാൻ ജോലി ചെയ്യാനിടയായുള്ളൂ. ദൈവം എന്നെ കൊണ്ടുപോകുന്ന വഴിയാണ്. ഞാൻ അവിടെ നിന്ന് കണ്ടെത്തിയോട് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ ഫലം എന്തെന്ന് പറയാനാണ് ഞാൻ വരുന്നത്. അവിടെ നിന്ന് ആ മനുഷ്യൻ എന്നെ അവിടെ കൊണ്ടുപോയിട്ട് ഒരാഴ്ച പോലും ജോലി ചെയ്തില്ല. ജോലി ചെയ്തപ്പോൾ പുള്ളിയുടെ മെയിൻ കോൺട്രാക്ട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊരു വേറെ ഒരു കമ്പനിയിലേക്ക് ഞാൻ കുറച്ച് ലേബർ സപ്ലൈക്ക് ആൾക്കാരെ വേണം, നിങ്ങളുടെ 2-3 പേരെ തരുമെന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ആ കൂട്ടത്തിൽ എന്നെ പറഞ്ഞു വിട്ട് ബോംബെയിലെ ഏറ്റവും വലിയ ഒരു കമ്പനിയിലേക്ക് ആണ് അവിടെ സബ് കോൺട്രാക്ട് ആയിട്ട് ആളിനെ ലേബർ സപ്ലൈ ആയിട്ട് എടുത്ത് എന്നെയും കൂടെ ആ കൂട്ടത്തിൽ വിട്ട് ഞാൻ അങ്ങനെ ആ മനുഷ്യന്റെ കൂടെ അവരുടെ കൂടെ അധികം നാളൊന്നും ജോലി ചെയ്തില്ല. ഞാൻ നോക്കുമ്പോൾ മനോഹരമായ വലിയ കമ്പനി, അവിടെ മൊത്തം ഫോറിനേഴ്സ്, ഇറ്റലിക്കാര്, ജർമ്മനിക്കാര്, അങ്ങനെ ഫോറിനേഴ്സ് ആണ് അവിടെ മൊത്തം ടെക്നീഷ്യന്മാരും എഞ്ചിനീയേഴ്സും ഒക്കെ. അവരുടെ കൂടാണ് എന്നെ വിട്ടിരിക്കുന്നത്. ഞാൻ ലേബർ സപ്ലൈ ആയിട്ട് ഇവരുടെ കൂടെ ഞാൻ ജോലി ചെയ്യുകയാണ്. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനോഹരമായ ഗാർഡന് ഒക്കെ, നല്ല സുന്ദരമായ നല്ലൊരു അന്തരീക്ഷം. ഞാൻ മനസ്സിൽ നല്ല യൂണിഫോം, നല്ല ക്യാൻറ്റീന്, നല്ല ഫുഡുകൾ ഒക്കെ ഇവർ കിട്ടുന്നുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ആദ്യമായിട്ട് വെക്കിങ്ങുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ എന്റെ മനസ്സിലാവുമ്പോൾ ഞാൻ ആഗ്രഹിച്ചു, ദൈവമേ ഈ കമ്പനിയിലെ ഈ ഗാർഡന് വെള്ളമൊഴിക്കുന്ന ഒരു ജോലിയായിട്ട് എനിക്ക് കിട്ടിയത് എന്ത് നല്ലതാണ്. ഞാനിങ്ങനെ മനസ്സിൽ ദൈവത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു. അധികം നാൾ ഞാൻ ആ കമ്പനിയിൽ ജോലി ചെയ്യേണ്ടി വന്നില്ല. വളരെ 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ ആളിന് വേക്കൻസി വന്നു. ഞാൻ വളരെ വേഗം അവിടുത്തെ വർക്കുകളൊക്കെ പഠിച്ചെടുത്ത് എനിക്ക് പെട്ടെന്ന് ആ കമ്പനിയിലെ വേക്കൻസി വന്നപ്പോൾ ഞാൻ അവിടെ അപ്ലൈ ചെയ്ത് എനിക്ക് അവിടെ ആ കമ്പനിയിൽ അറിയപ്പെടുന്ന ഒരു സീനിയർ ടെക്നീഷ്യനായിട്ട് എനിക്ക് ജോലി ചെയ്യുവാൻ വേണ്ടിയാണ്. അപ്പൊ അന്ന് അവിടെ മുട്ടുകുത്തി നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവം നമ്മളെ കൊണ്ടുപോയ വഴി നോക്കി. അങ്ങനെ കൊണ്ടുവന്ന് അവിടെ എനിക്ക് അനുകരിക്കപ്പെട്ട ഒരു ജോലി കിട്ടും. അതുപോലെ ഞാൻ സൗദിയിൽ ഞാൻ ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് ജോലി നഷ്ടപ്പെട്ടു. ഞാൻ കടന്ന് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന് ഞാൻ 1 വർഷക്കാലം ഞാൻ വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നു വന്നു. എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്ന് ഉദ്ദേശിച്ച് ഞാൻ അങ്ങനെ ദുബായിയുടെ പ്രദേശത്തേക്ക് ഞാൻ കടന്നു വന്നു. ദുബായിയുടെ പ്രദേശത്ത് കടന്നു വന്നിട്ട് ഒരുപാട് കമ്പനികൾ എനിക്ക് വലിയ ഓവറായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു ജോലി കിട്ടിയില്ല. ഞാൻ വളരെ ബുദ്ധിമുട്ടി. ഞാനിങ്ങനെ വൈകിട്ട് ഇങ്ങനെ റോഡിൽ കൂടി ഇങ്ങനെ നടന്നു പോയിട്ട് ഞാൻ കൂടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോഴാണ് ഞാനിങ്ങനെ ദൈവത്തോടെ ഓരോ ബിൽഡിംഗ് കാണിച്ചു. ഞാൻ ദൈവത്തോട് ദൈവമേ ഈ ബിൽഡിങ്ങിൽ എന്തെങ്കിലും ഒരു ടീബോയായിട്ട് എന്തെങ്കിലും ഒരു കുറഞ്ഞ എന്തെങ്കിലും ഒരു ജോലി എനിക്ക് ഇവിടെ കിട്ടിയാൽ മതി എന്ന് ഞാനിങ്ങനെ ഓരോ ബിൽഡിങ്ങിനെ നോക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ പോകും. അങ്ങനെ പോയി അവിടെ കുറച്ചുനാൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴേ എനിക്ക് അങ്ങനെ ചെറിയ ബിൽഡിങ്ങിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. എങ്കിലും എനിക്ക് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ തന്നെ ആ ദേശത്ത് അറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബുർജ് ഖലീഫയിൽ എനിക്ക് ജോലി ചെയ്യാൻ. അങ്ങനെ ആ ബുർജ് ഖലീഫയിൽ 5 വർഷക്കാലം ഞാൻ ജോലി ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിച്ച ദൈവം നമുക്ക് തരുവാനിരിക്കുന്നത് വലിയ കാര്യങ്ങളാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം, നമ്മുടെ പ്രാർത്ഥന നമ്മൾ ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കരുത്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ നിസ്സാരമെന്ന് കാണുന്ന പല വിഷയങ്ങൾക്കായിരിക്കും നമുക്ക് ദൈവം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു കണ്ണ് നമ്മൾ കണ്ടിട്ടില്ല, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പോയിട്ടില്ല. ദൈവം നമുക്ക് എന്തോ ചെയ്യാൻ പോകുന്നത് നമുക്ക് അറിയത്തില്ല. നമ്മൾ ചിലപ്പോൾ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം നമ്മള് ദൈവത്തോടെ നമ്മള് പ്രാർത്ഥിക്കണം. ദൈവം നമുക്ക് ചെയ്യുന്നത് വൻ കാര്യങ്ങളെയാണ്. അതുപോലെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ അതിന്റെ അവസാന ഭാഗത്തേക്ക് ഞാൻ കടന്നു. അങ്ങനെ ഹന്ന ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. തന്റെ ദൈവസന്നിധിയിൽ അവൾ കണ്ണുനീരോടെ മുട്ടിപ്പോയ ദൈവത്തോടെ പ്രാർത്ഥിച്ചു. അവൾ ദൈവസന്നിധിയിൽ അവൾ സമർപ്പിച്ചു അവൾ ദൈവത്തോടെ പ്രാർത്ഥിച്ചു. ദൈവമേ, നീ എനിക്ക് ആൺപ്രതയെ തരികയാണെങ്കിൽ ഞാൻ അവനെ ദൈവസന്നിധിയിൽ ഞാൻ സമർപ്പിച്ചു കൊള്ളാമെന്ന്. കഴിഞ്ഞ ദിവസം വരെ ഹന്ന ദൈവസന്നിധിയിൽ ഒരുപാട്
ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു. പക്ഷെ അവളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം അവളുടെ മറുപടി അയച്ചില്ല. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് നമ്മൾക്ക് ചിലപ്പോൾ ദൈവം മറുപടി തന്നെന്ന് വരികയില്ല. എന്നാൽ ഹന്ന ആലയത്തിൽ തന്നു തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തനിക്കൊരു ദൈവം പറഞ്ഞ ഒരു ആൺപണിയെ തരികയാണെങ്കിൽ ഞാൻ അവന്റെ ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളാമെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഹന്നയുടെ ഗർഭത്തെ ദൈവം തുറക്കുവാനുണ്ടായി. എന്തുകൊണ്ടാണ് നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും മറുപടി തരാതെ? നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ പലപ്പോഴും നമ്മുടെ വിഷയത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്നില്ല. എനിക്ക് ദൈവം ഇന്നൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ, എനിക്ക് ദൈവമേ എനിക്കൊരു നല്ലൊരു ജോലി തരികയാണെങ്കിൽ അതിന്റെ ചെറിയൊരു അംശം ഞാൻ ദൈവവേലയ്ക്കായി ഞാൻ ചെയ്തുകൊള്ളാം. ദൈവമേ എനിക്കൊരു ഭവനം തരികയാണെങ്കിൽ, ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ എനിക്കൊരു ഭവനം തരികയാണെങ്കിൽ ആ ഭവനത്തിൽ 4 ദേവദാസന്മാരെ വിളിച്ചിരുത്തി ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളാം. അങ്ങനെ എന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാണെങ്കിൽ നാളെ ദൈവനാമത്തിന് പ്രയോജനപ്പെടുന്ന കുഞ്ഞുങ്ങളാക്കി ഞാൻ അവരെ വളർത്തിക്കൊള്ളാം. നമ്മൾക്ക് ദൈവം, നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടിയാണോ നീ പ്രാർത്ഥിക്കുന്നത് ആ വിഷയം നീ ദൈവസന്നിധി നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഏത് വിഷയമായിക്കൊള്ളട്ടെ ആ വിഷയം ദൈവസന്നിധി സമർപ്പിക്കുകയാണെങ്കിൽ ആ വിഷയത്തിന്മേൽ ദൈവം നിനക്ക് വിടുതലയ്ക്ക് തന്നെ ചെയ്യും. അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും ഞാനൊരു ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തിയാണ്. ഞാൻ സൗദിയുടെ പ്രദേശത്ത് വെച്ചിട്ടാണ് ഞാൻ എന്റെ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഞാൻ ഇടയായത്. എനിക്ക് ഒരു രോഗമോ ദുഃഖമോ പ്രയാസമോ ഒന്നും ഉണ്ടായിട്ടല്ല ഞാൻ ഈ വിശ്വാസത്തിലേക്ക് ഞാൻ കടന്നു വന്നത്. എനിക്ക് സൗദിയിലായിരിക്കുമ്പോൾ എനിക്ക് ചില സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവർക്ക് എന്നെ പലവട്ടം എന്നെ ആരാധനയ്ക്ക് നിർബന്ധിക്കുമായിരുന്നു. ഞാൻ പക്ഷെ പലപ്പോഴും ഞാൻ മറുതലിച്ച് കളഞ്ഞ് ഞാൻ പിന്മാറി പോകാറുണ്ട്. എങ്കിലും ദൈവം എന്നെ വിടാതെ എന്നെ പിടിച്ചു. ഞാൻ അവരുടെ കൂടെ ഞാൻ ആരാധനയ്ക്ക് പോയി. ഇത് സത്യമെന്ന് ഞാൻ മനസ്സിലാക്കി അവരുടെ കൂടെ ഞാൻ ആരാധിക്കുകയും അങ്ങനെ പോവുകയൊക്കെ ചെയ്തു. നിരന്തരമായി ഞാൻ പോവുകയൊക്കെ പോയി. അങ്ങനെ വളരെ അവിടെ നിന്ന് ഞാൻ അങ്ങനെ അവിടെ സത്യം മനസ്സിലാക്കി ഞാൻ അവിടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാനിടയിൽ എന്റെ സാക്ഷ്യം പറയുന്നത് മണിക്കൂറുകളോട് വളരെ ചുരുക്കിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അവിടെ വെച്ച് ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. നാളുകളൊക്കെ കുറെ നാൾ കഴിഞ്ഞു. അങ്ങനെ സുപ്രഭാതത്തിലിരിക്കുമ്പോൾ ഞങ്ങള് അവിടെ ഇവിടുത്തെ നമ്മുടെ ഈ നാട് പോലെ അല്ല അവിടുത്തെ നാട്ടിൽ. അവിടെ ഇതുപോലെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നും അവിടെ ഇല്ല. അവിടെ ഇതുപോലെ വളരെ പാക്ക് ചെയ്ത് പുറത്തോട്ടൊട്ടും സൗണ്ട് പോകാത്ത രീതിയിലാണ് അവിടെ ഞങ്ങൾ ആരാധിക്കുന്നത്. അങ്ങനെ വളരെ ശക്തമായിട്ട് ഞങ്ങൾ ആരാധിച്ചു. ആരാധനാലയം ഇതുപോലെ എല്ലാം പാക്ക് ചെയ്ത് സൗണ്ട് പ്രൂഫ് ചെയ്തിട്ട് സൈഡിലൊക്കെ കർട്ടൻ ഇട്ടിട്ട് എല്ലാം ചെയ്തു. എല്ലാ ആഴ്ചയിലും ഞാൻ അവിടെ വന്ന് എല്ലാ ആഴ്ചയിലും ഞാൻ പോയിട്ട് ദേവാലയമൊക്കെ തൂത്തുവാരി വൃത്തിയാക്കി കാർപ്പറ്റൊക്കെ ക്ലീൻ ചെയ്തു. ഒരു കസേരയൊന്നുമില്ല, തറയിലായിരിക്കുന്നത്. ഇതുപോലെ മൈക്ക് സെറ്റൊന്നും നമുക്ക് വെക്കാൻ സൗകര്യമില്ല. അങ്ങനെ ഞങ്ങള് പിന്നെ ഇതുപോലെ പാട്ടുകളൊക്കെ ഞങ്ങൾ ഇങ്ങനെ കലണ്ടർമാരി തൂക്കിടും. അതെല്ലാം വേദോസ്തവം നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. വഴി വെച്ച് ആരും പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ ആരെയൊക്കെ പാട്ടുപുസ്തകം വേദോസ്തവം എല്ലാം അവിടെ തന്നെ കരുതിയിട്ടുണ്ട്. അപ്പം വന്ന് എല്ലാവർക്കും ഇരുന്ന് തൂത്തുവാരി എല്ലാവർക്കും വേദോസ്തവത്തെ നിരത്തി വെച്ചു. ഇതുപോലെ പിന്നെ ആൾക്കാർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കണം. പാവപ്പെട്ട ആൾക്കാരാണ് വരുന്നത്. ഞാൻ നേരത്തെ പോയി വേണ്ടുന്ന ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവിടെ കുറച്ചേരിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടൊക്കെ എല്ലാം ഇതുപോലെ പാസ്റ്റർ പറഞ്ഞ പോലെ ബാത്റൂമും എല്ലാം കഴുകി ആൾക്കാർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ക്ലീൻ ചെയ്തു. അങ്ങനെ എന്റെ നാളുകൾ ഇങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞു പോയി. വളരെ സന്തോഷത്തിലൊക്കെ ഇതുപോലെ ഞങ്ങൾ സന്തോഷിച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം, ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഞങ്ങള് കുറെ പോലീസുകാരും കുറെ CID വന്നിട്ട് ഞങ്ങളുടെ ആലയത്തിൽ ഇതുപോലെ വന്ന് കൊട്ടി. ഞങ്ങൾ അറിഞ്ഞില്ല. ശക്തമായി ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരവസാനം എന്തോ കമ്പോ കട്ട വെച്ചിട്ട് ഡോർ തള്ളിപ്പൊളിച്ചു. അകത്തേക്ക് കയറി വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു വെള്ളച്ചാട്ടത്തിനകത്തൊരു അണപൊട്ടി ഒഴുകുന്നത് പോലെ അനേക തോക്കുധാരികളായ പോലീസുകാര് ആലയത്തിന്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറി ഞങ്ങളെ ഓരോരുത്തരായിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ മാറി ഭിത്തിയുടെ സൈഡിലേക്ക് ഞങ്ങളെ നിർത്തി ഞങ്ങളെ ഓരോരുത്തരെയും ചോദ്യം ചെയ്യുവാൻ ഇടയായി. ഞങ്ങൾ വളരെ ഭാരത്തിലും പ്രയാസത്തിലുമായി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങള് അവസാനം ഓരോരുത്തരെ മാറി ചോദ്യം ചെയ്ത് ഞങ്ങളുടെ മനോഹരമായ ആലയത്തെ ഒരൊറ്റ നിമിഷം കൊണ്ട് ഈ പോലീസുകാർ CIDകളൊക്കെ കയറിയിട്ട് വലിയൊരു മെതിക്കളം പോലെയൊക്കെ അവർ ചവിട്ടി നിരത്തി വേദമെല്ലാം വലിച്ചു വാരി കൂട്ടി വളരെ വേദനയോടെ പ്രയാസത്തോടെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ID കാർഡ് അക്കാമെല്ലാം മേടിച്ചെടുത്തിട്ട് ഞങ്ങളുടെ ഫോണും മൊബൈൽ ഫോണും എല്ലാവരും മേടിച്ചിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ആരോടൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങളെ വിളിച്ച് തിരുത്തി ഞങ്ങൾ ഓരോരുത്തരും വരിയായിട്ട് ഞങ്ങളെ വെളിയിലേക്ക്
ജയിലിലേക്ക് അവർ കൊണ്ടുപോയി പ്രാക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ഞങ്ങൾ തല താഴ്ത്തിക്കൊണ്ട് അവരുടെ പോലീസ് വാഹനത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി മണിക്കൂറോളം ഞങ്ങളെ ചോദ്യം ചെയ്തു. മണിക്കൂറോളം ചോദ്യം ചെയ്തിട്ട് ഓരോരുത്തരായിട്ട് ഞങ്ങൾ വിചാരിച്ച് ചോദ്യം ചെയ്തിട്ട് വിടുവന്നു. ഉച്ചയ്ക്ക് ഏതാണ്ട് 12 മണിക്ക് സങ്കീർത്തനം എടുത്ത് ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിടിച്ചത്. രാത്രി ഏതാണ്ട് 12 മണി വരെ ഞങ്ങളെ ചോദ്യം ചെയ്തിട്ട് ഓരോരുത്തരായിട്ട് ഞങ്ങളെ ജയിലിന്റെ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് ജയിലറയിലേക്ക് ഞങ്ങളെ കയറ്റി. അങ്ങനെ ആ കൂട്ടത്തിൽ ഞാൻ ഓരോരുത്തർ ഞാൻ എനിക്ക് എന്താ സംഭവിച്ചതെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. മുൻപുള്ളവർക്ക് പിൻപുള്ളവർക്ക് അറിയത്തില്ല. ഓരോരുത്തരും ചെയ്തു എന്നെ ചോദ്യം ചെയ്തിട്ട് എൻ്റെ താഴോട്ട് മാത്രം ഞാൻ താഴെ ചെന്നിട്ട് ഞാൻ മരിച്ച് എന്നെ പറഞ്ഞുവിടാൻ പോകണമെന്ന് വിചാരിച്ചു. പിടിച്ചത് എൻ്റെ ഒരു ചെറിയ റൂമിലേക്കാണ് കൊണ്ടുപോയി പറഞ്ഞ് എൻ്റെ ബെൽറ്റും എൻ്റെ കയ്യിരിക്കുന്ന പേഴ്സും എല്ലാം മേടിച്ച് ഊരി തരാൻ പറഞ്ഞു. ഊരി തന്നൊരു ചെറിയൊരു അറയിലേക്ക് വെച്ചിട്ട് ബാഗിൽ ഒരു ഡോർ തുറന്നിട്ട് പറഞ്ഞു അതിലെ നേരെ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ നേരെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇരുണ്ട ഒരു അന്ധകാരം നിറഞ്ഞ ഒരു ഇടനാഴിയാണ്. ഇടനാഴിയോടെ നോക്കുമ്പോൾ ഇടത് സൈഡിൽ അനേക സെല്ലുകളാണ്. അനേക കുറ്റവാളികളെ പിടിച്ചിട്ടിരിക്കുന്ന ഒരു ജയിൽ അറയ്ക്കുള്ളിലേക്കാണ് എന്നെ കടത്തിവിട്ടത്. ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്ക് അനേക ഈ മയക്കുമരുന്നും പല കുറ്റകൃത്യങ്ങൾക്കും പിടിച്ച് സമാധാനം തെറ്റിയ ചെറുപ്പക്കാരായ അറബി പിള്ളേരെ അതിന്റെ ഇങ്ങനെ തൂങ്ങിക്കിടന്നുകൊണ്ട് പല ഇത് കാണിക്കും. ദൈവം എന്നെ ഇതിനകത്തോട്ടാണോ കൊണ്ടിടുന്നതെന്ന് അറിയാൻ വയ്യാതെ ഞാനിങ്ങനെ ഭാരപ്പെട്ട് ഇങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അട്ടത്തെ ഒരു റൂമിനകത്തോട്ട് എന്നെ തള്ളി ഇട്ടിട്ട് അതിന്റെ സെല്ലടച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു കാർപ്പറ്റ് കിടപ്പുണ്ട്. ഒരിക്കൽ പോലും കഴിക്കാത്ത ദുർഗന്ധം വമിക്കുന്ന അതിനകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് അനുഭവിച്ച അനുഭവം എന്ന് പറഞ്ഞ 1000 ആടിനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് എന്തുമാത്രം എങ്ങനെ ദുർഗന്ധം വമിക്കുമോ അതുപോലെ ദുർഗന്ധം വമിക്കുന്നതായ ഒരു ഇതിനകത്തേക്കാണ് കൊണ്ടിട്ടത്. ഇട്ട് കഴിഞ്ഞിട്ട് കാല് വെക്കാൻ പറ്റത്തില്ല, ശരീരം വെക്കാൻ പറ്റത്തില്ല, കൈയുടെ ഏത് ഭാഗം വെച്ചാലും അവിടെ നമുക്ക് ചൊറിയും. അതിനകത്തൊരു ചെറിയൊരു ടോയ്ലറ്റ് ഉണ്ട്. ഒരിക്കൽ പോലും അത് കഴിയിട്ടില്ല. ആ യൂറിന്റെ മെറ്റ് സ്മെല്ല് കൊണ്ടും അതിനകത്ത് ഒട്ടുപിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഭാരപ്പെട്ടിട്ട് ഇന്ന് റിലീസ് ചെയ്യും പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ കാത്തിരുന്നു. ഞങ്ങളെ ഒരിക്കൽ പോലും ഞങ്ങൾ റിലീസ് ചെയ്യാൻ കഴിയാതെ എന്നേക്കുമായി അണ്ടർഗ്രൗണ്ടിൽ തള്ളുവാനുള്ള പ്ലാൻ ആയിരുന്നു. ഞങ്ങൾ അനേക പുറത്തുള്ള മറ്റ് സമുദായത്തിലെ ആൾക്കാരൊക്കെയും വന്നിട്ട് ഞങ്ങളെ ഒരുപാട് ശ്രമിച്ചു. അവിടെ നിന്ന് 50,000 ദിർഹംസ് വരെ അന്ന് പിരിച്ചെടുത്തു. ഇവർക്ക് തന്നെ ഞങ്ങൾ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കും ഞങ്ങൾ റിലീസ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്ത്യൻ എംബസി ഇടപെട്ടു. ഇന്ത്യൻ എംബസിയും പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ ഞങ്ങളോട് ചോദിച്ചത് നിങ്ങൾക്ക് ഇവിടുത്തെ നിയമം അറിയത്തില്ലോ, നീ ജോലിക്കാണോ വന്നത് ഇവിടെ ആരാധിക്കാനാണോ വന്നതെന്നാണ് ചോദിച്ചത്. ഞങ്ങൾക്ക് മറുപടിയില്ല. അങ്ങനെ അവരെ അവിടെ അതിനകത്തേക്ക് ഞങ്ങളെ ഇട്ടു. ഒരിക്കലും പുറത്തു വിടാൻ കഴിയാതെ അവസാനം ആരോ പറഞ്ഞു അമേരിക്കൻ എംബസിയിൽ നിന്ന് ഒരു സഹോദരി സഹറ എന്ന് പറഞ്ഞ സഹോദരി കടന്നു വന്നു. അവരുടെ ഹസ്ബൻഡിൽ കൂടെ കടന്നു വന്നിട്ട് അവരോട് ഞങ്ങളെ ജാമ്യത്തിൽ ഇറക്കാൻ നിർത്തി. അവർ പറഞ്ഞു ഒക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ അവർ അമേരിക്കൻ എംബസി വഴി ഇടപെട്ടിട്ട് ഞങ്ങളെ അവിടെ നിന്ന് റിലീസ് ചെയ്തു. പറഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഞങ്ങളെ ടെർമിനേഷൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് 1 വർഷക്കാലം ഞാൻ അവിടെ നിന്ന് ജോലി ചെയ്ത് 1 വർഷം കഴിഞ്ഞപ്പോൾ ഈ സഹോദരി അവിടുന്ന് ഇവരെ കൂടെ ട്രാൻസ്ഫർ ആക്കി. അപ്പോഴും ഇവരുടെ പണി തുടങ്ങി. അപ്പൊ അങ്ങനെ ഓരോരുത്തരായിട്ട് അവര് അങ്ങനെ ടെർമിനേഷൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എന്റെ കൂടെ മായി. ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ അതുപോലെ കഴിഞ്ഞിട്ട് ഞങ്ങളെ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളെ ജാമ്യത്തിലിറക്കി. അവസാനം ജാമ്യത്തിലിറക്കാൻ നേരത്തെ എന്നെ ജാമ്യത്തിലിറക്കാൻ ആരുമില്ല. എന്ത് ചെയ്യാൻ? ഞാനന്ന് ജോലി ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു സൗദി എയർബേസിനകത്താണ്. എയർബേസിനകത്ത് അവിടെ തന്നെ റിലീസ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു അറബി വരണം, അല്ലെങ്കിൽ അങ്ങനെയുള്ളത് വരണം. അപ്പൊ അങ്ങനെ അവരെ എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. റിപ്പോർട്ട് എന്നാൽ അതിലും പ്രശ്നമാകും. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം പിന്നെ വേറെ ആരുടെ പരിചയപ്പെട്ടിട്ട് ആരോ ഒരു അറബിയെ കൊണ്ടുവന്നിട്ട് ആ ആളിനെ കൊണ്ട് എനിക്ക് റിലീസ് ചെയ്യണം. ഏറ്റവും അവസാനം അവിടുന്ന് ജയിലിൽ നിറങ്ങിയ വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ നിന്ന ഒരു വ്യക്തിയായിട്ട് ഏറ്റവും കൂടുതൽ കഷ്ടം എനിക്കാണ് അനുഭവിച്ചത്. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം. അങ്ങനെ അവിടുന്ന് ഞാൻ റിലീസ് ചെയ്തു, പുറത്തു വന്നു. ഞങ്ങളങ്ങനെ എല്ലാവരും പിന്നെ പേടിച്ച് ചിതറി ഓടിപ്പോയി. ആർക്കും എന്തൊക്കെ ചെയ്യണമെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. പിന്നെ ആരാധനയുടെ സമയത്ത് ആർക്കും വരാൻ പേടില്ല. പിന്നെ ആരും വരുത്തില്ല. എല്ലാവരും പേടി. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്നുള്ളത് എല്ലാവരും പേടിച്ചിട്ട് ആരാധനയ്ക്ക് വരുത്തില്ല. പക്ഷെ ഞാൻ ഇന്ന് എല്ലാ ആഴ്ചയും ഞാൻ മുടങ്ങാതെ ഞാൻ അവിടെ വരും. ആലയം തുറക്കും, തൂത്തുവാരും, പാരദോസം എടുക്കും, പാട്ട് പാടും, എല്ലാം ചെയ്യും, പ്രാർത്ഥിക്കും. ഞാൻ അവിടെ ഇരിക്കും. ഞാൻ അവിടെ ഇരുന്ന് ഒരു ദിവസം ഞാൻ എൻ്റെ അവിടെ നിന്ന് ഞാൻ മുട്ടുമേൽ നിന്ന് ഞാൻ കണ്ണുനീരോട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവേ, നിന്റെ ചിതറിപ്പോയ നീ ആടുകളെ നീ കൂട്ടിവരുത്തണമേ. ഈ ഇടിഞ്ഞു കിടക്കുന്ന ദേവാലയത്തെ നീ പണിയണമേ. ഞാൻ അവിടെ നിന്ന് എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഉപ്പുരസം തരുന്ന കണ്ണുനീര് ധാരധാരയായി എന്റെ മുട്ടുമേൽ വീഴുവാൻ തുടങ്ങി. ഞാൻ കണ്ണുനീരോളം മണിക്കൂറോളം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു.
പക്ഷേ അവിടെ ആരും കാണുന്നില്ല, എല്ലാം പേടിച്ച് ചിതറി ഓടിപ്പോയി. പക്ഷെ ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ വേറൊരു സ്ഥലത്ത് ഞങ്ങളുടെ ദേവാലയം തുടങ്ങി വരാൻ. എന്നിട്ടും പലരും വന്നില്ല, എനിക്ക് ഭയപ്പെട്ട് ആരും വന്നില്ല. അവിടെ ഞാൻ ശക്തമായിട്ട് ദൈവസന്നിധിയിൽ നിന്ന് അവിടെ ഇങ്ങനെ ശക്തമായിട്ട് ഇങ്ങനെ ആരാധനയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന നാളുകൾ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ടെർമിനേഷൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ടെർമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ എന്നെ ഒരു ദിവസം വിളിച്ചു. എൻ്റെ കമ്പനിയിലെ ഈ സഹോദരൻ വന്നിട്ട് പറഞ്ഞു, ഇന്നപോലെ അവിടെ ഡിഫൻസിന്റെ ഒരു പോലീസുകാരുടെ പേപ്പർ കൊടുത്ത് ഇന്നപോലെ ഈ മനുഷ്യനെ ഇന്നപോലെ ടെർമിനേഷൻ ആയിരിക്കണം, ഇതായിരിക്കണം, പോലീസ് കേസ് ഉണ്ടെന്ന് പറഞ്ഞു. അവരെന്നെ പെട്ടെന്ന് തന്നെ എൻ്റെ കമ്പനിയെ അറിയിച്ചിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലായിട്ട് പോയി കഴിഞ്ഞപ്പോഴെന്നെ ഒരു അറബിയാണ് കൂട്ടിക്കൊണ്ട് പോയിട്ട് എന്തൊക്കെ പറഞ്ഞു, അവിടെ കൊണ്ടിരുത്തിട്ട് എന്നെ പറഞ്ഞു ഇവിടെ ഇരിക്കുക, ഇതൊക്കെ ഞാൻ സംസാരിക്കണം. ഈ അറബിയൊക്കെ സംസാരിച്ചു. അവർ തമ്മിൽ എന്താ സംസാരിച്ചെന്ന് എനിക്കറിയില്ല. കുറച്ചേരം അവിടെ നിന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ ഇറങ്ങിപ്പോയി. എന്നിട്ട് 4 മണി വരെ എന്നെ അനങ്ങാതെ ഒരു ബെഞ്ചേലിനെ വേണ്ടി, നല്ല തണുപ്പുള്ള സമയം, ആ ബെഞ്ചേൽ ഇരുത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് കാണുവാൻ കഴിഞ്ഞ കാഴ്ചകൾ അനേകം വലിയ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അനേക കുറ്റകൃത്യങ്ങൾ ചെയ്ത ആൾക്കാർ 2 കൈകളിലും കാലുകളിലും വിലങ്ങിട്ടിട്ട്, ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ കയ്യിലും കാലിലും വിലങ്ങിട്ടിട്ട് അവർ ജയിലിൽ നോക്കുന്ന അവർക്ക് ഇങ്ങനെ നടക്കാൻ എക്സസൈസിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടത്തുന്നു. അപ്പൊ ഞാനും എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചു, ദൈവമേ, ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ എൻ്റെ അവസ്ഥ ഇതായിത്തീരുമല്ലോ, എന്നെ ഈ ജയിലിനുള്ളിൽ ഇതുപോലെ കൈകളും കാലുകളും ബന്ധിച്ച് എന്നെ ഇതുപോലെ അടയ്ക്കുമല്ല കർത്താവേ, ഞാൻ ഒറ്റയ്ക്ക് ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ നിന്ന് കണ്ണുനീരോടിരുന്ന് ദൈവത്തോടെ പ്രാർത്ഥിച്ച്. അന്നത്തെ എൻ്റെ സാഹചര്യം പറയുകയാണെങ്കിൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആരും വിശ്വാസത്തിലേക്ക് കടന്നു വന്നില്ല, ഞാൻ മാത്രം ഏകനായിട്ട് ഇറങ്ങി വന്നതാണ്. അനേകം കുത്തുവാക്കുകളും അനേകം നിന്ദകളും പരിഹാസങ്ങളും വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒക്കെ ഞാൻ സഹിച്ച് ഞാൻ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സമയത്ത് എൻ്റെ ഭാര്യ അവിടുത്തെ പുല്ലൂര് ഒരു ഹോസ്പിറ്റലിൽ നെഞ്ചുവേദനയായിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയം. ഞാൻ എന്ത് പറഞ്ഞ് ഞാൻ അവളെ ആശ്വസിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. അവരാരും വിശ്വാസത്തിൽ കടന്നുന്നില്ല. ഇതറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ അപ്പോഴെ എൻ്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ സഭയിലെ തന്നെ ഒരു സൗരം വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ ഏതാനും നിമിഷങ്ങൾക്കകം എന്നെ വീണ്ടും അറസ്റ്റ് ചെയ്യും, എന്നെ വീണ്ടും അവർ ജയിലിലേക്ക് അടയ്ക്കും, എൻ്റെ ഭാര്യ ഇതുപോലെ ഹോസ്പിറ്റലാണ്, അവിടെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത് എനിക്ക് അറിയത്തില്ല, നെഞ്ചുവേദനയായിട്ട് കിടക്കുകയാണ്, എനിക്ക് ഇപ്പം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പൈസ എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ് എന്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേ കുറച്ച് നേരം കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് കുറേ സംഭവമുണ്ട്, ഞാൻ അതിലേക്ക് വിവരിക്കുന്നില്ല, സമയം കടന്നു പോകും. അങ്ങനെ ഞാൻ അവിടെ കുറേ നേരം ഇരുന്നു. അതുപോലെ എന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ അകത്ത് വിളിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞു, നിന്റെ ആളെന്തേ, ഞാൻ എന്തൊക്കെ പറഞ്ഞു, നിന്റെ ആളെ പറഞ്ഞു വിട്ടത് നിന്റെ ഇക്കാമയും പാസ്പോർട്ടും എടുത്തുകൊണ്ട് വരാനായിട്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ വന്നിരുന്നു. ഇരുന്ന് കഴിഞ്ഞിട്ട് അവിടെ ആ പോലീസ് ഓഫീസറുടെ ഒരു ഓഫീസ് റൂമിനകത്ത് തന്നെ കൊണ്ടിരുത്തിയ ഒരു സോഫയിലാണ് എന്നെ ഇരുത്തിയത്. സോഫയിൽ ഇരുന്നതിന് ശേഷം ആ മനുഷ്യൻ ഉള്ളിലേക്ക് എന്തോ ഫയൽ എടുക്കാൻ അകത്തേക്ക് പോയി. ഞാൻ ഹൃദയഭാരത്തോടുകൂടെ, എൻ്റെ അവസ്ഥ എനിക്കറിയാം, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാക്കുക, അതുപോലെ ഉള്ളിൽ ചങ്ക് തകർന്നിരിക്കുകയാണ്, ഏകനായിട്ട് ഇറങ്ങത്തിരിക്കുന്നു, ഭാര്യയില്ല, മക്കളില്ല, എല്ലാവരും എനിക്ക് വേണ്ടി എതിരെ വിരൽ ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്നതായ ഒരു സാഹചര്യം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് മനോവേദനയോട്ട് നിൽക്കുമ്പോൾ ഞാൻ ആ സോഫയിൽ നിന്ന് ഞാൻ പതുക്കെ നിറങ്ങി ആ സോഫയിൽ നിന്ന് അവിടെ ആ പോലീസ് സ്റ്റേഷനിൽ ആ ഓഫീസിനകത്ത് ഞാൻ മുട്ടുമേൽ നിന്നു. പക്ഷെ അതിന്റെ ചുറ്റും ക്യാമറ വെച്ചിട്ടുണ്ടാണ്, ഇതൊന്നും ഞാൻ അറിയുന്നില്ല. പക്ഷെ എൻ്റെ മനസ്സിന്റെ അവസ്ഥ എനിക്ക് മാത്രം അറിയത്തുള്ളൂ. ഞാൻ അവിടെ നിന്ന് ഞാൻ മുട്ടുമേൽ നിന്ന് കണ്ണിനോടെ ദൈവത്തോടെ പ്രാർത്ഥിച്ചു. എൻ്റെ സകല വിഷയങ്ങൾ, ദൈവമേ, എൻ്റെ അവസ്ഥ എന്തായിത്തീരുമെന്ന് അറിയാതെ ഞാൻ അവിടെ മുട്ടുമേൽ നിന്ന് കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിച്ച് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതുപോലെ ഒരു മൂർഖനെ പോലെ അലറിക്കൊണ്ട് നിന്ന ആ പോലീസുകാരൻ വളരെ സൗമ്യതയോടെ വിനയപൂർവ്വം എന്നോട് പറഞ്ഞു, നീ പോയിട്ട് നീ കാര്യം ചെയ്യും, നിനക്ക് ഞാൻ 10 ദിവസം സമയം തരാം, ഈ രാജ്യത്തിന്റെ നിയമം ഞങ്ങൾക്ക് തരാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് മേളിൽ നിന്നുള്ള ഓർഡറാണ്, നിനക്ക് ഞാൻ ഒരു 10 ദിവസം തരാം, 10 ദിവസം കൊണ്ട് നീ രാജ്യം പെടണം. ഞാൻ പറഞ്ഞു, എൻ്റെ ഇപ്പോൾ ഒരു 5 പൈസ അല്ല കയറി പോകാൻ, എനിക്ക് കമ്പനിയിൽ എൻ്റെ ശമ്പളം ഒന്നും കിട്ടിയിട്ടില്ല, എൻ്റെ ശമ്പളം കിട്ടുവാണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ പൊക്കളയാമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നിന്റെ ശമ്പളമൊക്കെ തന്നെ ഞങ്ങൾ കമ്പനിയിൽ അറിയിക്കാം, അങ്ങനെ ശമ്പളം മേടിച്ചിട്ട് പോയി 10 ദിവസത്തിനുള്ളിൽ നീ നാട് വിട്ടേക്കണം പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്നും നാട് വിട്ട് ഞാൻ 10 ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടി എൻ്റെ പൈസ കിട്ടാനായിട്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കിട്ടി നാട്ടിൽ വന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിനകത്ത് വലിയൊരു സന്തോഷമായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ദൈവനാമത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ എനിക്ക് ഇരട്ടി മുഖത്തോടെ തിരികെ കിട്ടുമെന്ന് ഒക്കെ പറഞ്ഞ് ആശ്വാസത്തോടെ കടന്നു വന്ന് അവിടുന്ന് അവിടുന്ന് ടെർമിനേറ്റ് ചെയ്ത് ആ രാജ്യത്തുനിന്ന് എന്നെ നാട് കടത്തുമ്പോൾ എൻ്റെ കമ്പനിയുടെ വണ്ടിയിൽ എന്നെ കയറ്റിയിരുന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരിക്കലും ബൈബിൾ കൈപിടിച്ചു വെക്കാൻ കഴിയാത്ത ഈ ബൈബിൾ ഞാൻ എൻ്റെ നെഞ്ചത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ്
കൊണ്ടാണ് ഞാൻ എൻ്റെ ആ ക്യാമ്പ് വിട്ട് ഞാൻ ഈ സൗദി അറേബ്യ ഞാൻ നാട് വിട്ടത്. അനേകർ എന്നെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് കിട്ടിയതൊന്നും പോരായോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത്രത്തോളം എന്നെ നടത്തുന്നത് ഈ ദൈവമാണ്, ഇനിയും എന്നെ നടത്തുന്നവനായ ദൈവമാകുന്നു. ഞാൻ ഈ പുസ്തകം എന്നെ ഒരു തൂക്കിക്കൊല്ലാൻ വിധിച്ചവനെ ഒരിക്കലേ കൊല്ലാൻ വിധിക്കത്തുള്ളൂ. ഇനി അവനൊരു വിധിയില്ല. എന്റെ വിധി വന്നു കഴിഞ്ഞു, എനിക്ക് ഒരു വിധിയില്ല. ഞാൻ ഈ പുസ്തകം എന്റെ നെഞ്ചത്തോളം ചേർത്ത് വെച്ചിട്ട് ഞാൻ ആ ദേശം വിട്ട് ഞാൻ ഇറങ്ങി വന്നു. എന്റെ ദൈവം എന്നോട് ഞാൻ വിചാരിച്ചു എനിക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടുമെന്ന്. എനിക്ക് വേറെ നല്ലൊരു ജോലി, പക്ഷെ ഞാൻ ഇതിൽ പ്രതീക്ഷിച്ച പോലൊന്നും എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല. അനേകം ഞാൻ ഏജൻസികൾ കയറി ഇറങ്ങി. എനിക്ക് ഇന്റർവ്യൂ എടുക്കും, മെഡിക്കൽ എടുക്കും, പോകാൻ പറ്റാത്ത സാഹചര്യം. ഒരു വർഷക്കാലം ഞാൻ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടു. പട്ടിണിയും ദാരിദ്ര്യവും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും എന്റെ ജീവിതത്തിൽ ഓരോന്നോരോന്നായി എന്റെ ജീവിതത്തിൽ അലയടിച്ചു. അടുത്ത കാഴ്ച കൂടെ എനിക്ക് എങ്ങനെ വെക്കണമെന്ന് എനിക്ക് അറിയാൻ വയ്യാത്ത സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായി. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. എന്റെ കുഞ്ഞുങ്ങൾ, എന്റെ ഭാര്യ എന്നെ തെരുവിളിക്കേണ്ടതായ, എന്നെ തള്ളി പറയേണ്ടതായ സാഹചര്യം. അവരോടൊന്നും ഞാൻ പറഞ്ഞില്ല എന്റെ ജോലി എങ്ങനെ നഷ്ടപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് അറിഞ്ഞിരുന്നെങ്കിൽ വീട്ടിലെ അവസ്ഥ എന്തായി തീരുമെന്ന് എനിക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. അങ്ങനെ ഞാൻ വളരെ പ്രതികൂലങ്ങളുടെ പ്രയാസം. കുഞ്ഞുങ്ങളെ ഒരു നേരത്തെ സ്കൂളിൽ വിടുവാനുള്ള, വണ്ടിക്കൂലി കൊടുക്കാനുള്ള പൈസ പോലും എന്റെ കയ്യിലില്ലായിരുന്നു. ഒരു ദിവസം 2 പേരെ സ്കൂളിൽ വിടണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്ക് 5, 10, 20 രൂപ വേണം ഒരു ദിവസം സ്കൂളിൽ വിടണം, വണ്ടിക്കൂലിക്ക് മാത്രം. പിന്നെ സ്കൂൾ ബാഗ്, പുസ്തകം, ഇതെല്ലാം എന്റെ ഞാൻ കിടന്നു വരുമ്പോൾ എന്റെ 5000 രൂപയുള്ളൂ. 5000 രൂപയും കൊണ്ട് എന്നെ ദൈവം എന്നെ ഇസ്രായേൽ മക്കളെ ദൈവം മരുഭൂമിയിലൂടെ കാടും പക്ഷിയും നന്നായി കൊടുത്ത് പോരിക്കാൻ ഒരു വർഷക്കാലം ഒരു വരുമാനമില്ലാതെ വെറും 5000 രൂപയും ഇറങ്ങി തിരിച്ചവനായി എന്നെ ദൈവം എന്നെ ഭംഗിയായി എന്നെ പോറ്റി എന്നെ പുലർത്തി. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടണം, ആണെങ്കിൽ എഞ്ചിനീയറിംഗിന്റെ ഫീസ് അടക്കണം, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ വളരെ ഭാരപ്പെട്ടു, പ്രയാസപ്പെട്ടു. അതിന്റെ നടുവിലൂടെ ദൈവം എന്നെ കടന്നുപോയി. ഞാൻ ഇവിടെ കടന്നു. അങ്ങനെ ഈ സൗദി അറേബ്യയിലെ ദുബായിയുടെ പ്രദേശത്തേക്ക് എന്റെ വിസിറ്റിംഗ് വിസയിൽ ഞാൻ കടന്നു വന്നിട്ട് ഞാൻ പല വഴികൾ തുറന്ന് എനിക്കൊരു ജോലിയും എനിക്ക് കിട്ടിയില്ല. അവസാനം ഞാൻ ഒരു ക്ലീനിങ് കമ്പനിയിൽ വെറും 600 രൂപ ശമ്പളത്തിന് ഞാൻ ജോലി ചെയ്യാനിടയായി. 600 തരം ശമ്പളത്തിന് ഞാൻ ജോലി കിട്ടുമ്പോൾ എന്റെ 2 കുഞ്ഞുങ്ങൾ പഠിക്കുന്നു, അവർക്ക് നല്ല കാശ് വേണം. എന്റെ മകനെ പല പ്രാവശ്യം ക്ലാസ്സിൽ നിന്ന് ഫീസ് അടയ്ക്കാൻ കഴിയാതെ വന്ന ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ. അതുപോലെ ഞാൻ ജോലിക്ക് കയറിയപ്പോൾ എന്നെ നിരന്തരം പീഡിപ്പിക്കുന്ന ഒരു മാനേജറായിരുന്നു ഞാൻ. ഞാൻ ആ ദേവാലയത്തിൽ പോയി കഴിഞ്ഞാൽ എന്റെ ആലയത്തിൽ പോലും എനിക്ക് സ്വസ്ഥത തരത്തില്ലായിരുന്നു. അവിടെയും എന്നെ വിളിച്ച് ബുദ്ധിമുട്ടുകയും എന്തൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ജോലിക്ക് വരണം, ഇവിടെ വരണം. എനിക്ക് ഒരു ആരാധനയ്ക്ക് പോകാൻ കഴിയാതെ വണ്ണം എനിക്ക് ആ ആരാധന ദിവസം എനിക്ക് ഡ്യൂട്ടി ഇടുമായിരുന്നു. ഞാൻ അതിൽ നോക്കുകയും ഞാൻ വളരെ ഭാരപ്പെട്ട് കണ്ണുനീരോടെ ഞാൻ ആലയത്തിൽ ഞാൻ കടന്നുപോയി ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ പോകാറുണ്ട്. അവിടെ ഒത്തിരി ഞാൻ ബുദ്ധിമുട്ടി, ഞാൻ വളരെ ഭാരപ്പെട്ടു. ഞാൻ രാത്രിയിലൊക്കെ ഹൃദയത്തിന്റെ ഭാരങ്ങൾ വരുമ്പോൾ ഞാൻ രാത്രി ഞാൻ ഇറങ്ങിയിട്ട് മരുഭൂമിയുടെ നടുവിൽ ഞാൻ കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാരത്തെ ദൈവത്തോടെ എന്റെ കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കുവാൻ എനിക്ക് നിർവാഹമില്ല. അടുത്ത കാഴ്ച ഇവിടെ വെക്കണമെന്ന് എനിക്കറിയില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ മരുഭൂമിയിൽ ഇറങ്ങി നിന്നുകൊണ്ട് അർദ്ധരാത്രികളെല്ലാം ഉറങ്ങുന്ന സമയത്ത് അർദ്ധരാത്രി എന്റെ ഹൃദയത്തിന്റെ ഭാരം ഇറക്കി വെക്കുവാൻ മരുഭൂമിയുടെ നടുവിൽ ഇറങ്ങി നിന്നുകൊണ്ട് ഞാൻ വിട്ടുമേലിൽ നിന്ന് ഞാൻ കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്റെ ദൈവത്തോടെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ കിടക്കുന്ന മൺകൂനകളെ ഞാൻ എന്റെ കൈമുട്ടുകളിൽ വായി വെച്ചിട്ട് ഞാൻ ഉയർത്തി ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ കാണുന്ന മൺകൂനകളെക്കാളും അധികം എന്റെ ഹൃദയത്തിലെ ഈ ഭാരം എന്റെ അത്രയ്ക്ക് വലുതാകുന്ന ഞാൻ ദൈവത്തോടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാണ്ട് ഞാൻ അവിടെ നിന്ന് മുട്ടുനേർ കണ്ണുനീരോടെ വീണ് ആ മരുഭൂമിയിലെ ചുട്ട് പഴുത്ത് കിടക്കുന്ന ആ മണ്ണുകളെ എന്റെ കണ്ണുനീർ കൊണ്ട് ഞാൻ നനച്ച നിമിഷങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. അതിന്റെ നടുവിൽ നോക്കി എന്നെ വിളിച്ച് എന്നെ കൊണ്ടുവന്ന് ഇത്രത്തോളം എന്നെ നടത്തിയ എന്റെ ദൈവം എത്ര വലുതാണ്. പ്രതികൂലങ്ങളും പ്രയാസങ്ങളും പോലെ ജീവിതത്തില് എന്നെ തള്ളിക്കളഞ്ഞപ്പോൾ കുറ്റവരുടയവരും എന്നെ സ്നേഹിത്തവർ എന്നെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നടുമ്പോൾ എന്നെ മാർഗോട് ചേർത്ത് നിർത്തേണ്ട പലരും എന്നെ തള്ളിക്കളഞ്ഞപ്പോൾ എന്നെ മാർഗോട് ചേർത്ത് പിടിച്ചവരായ ദൈവമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആ ദൈവമാണ് എന്നെ ഇത്രത്തോളം എന്നെ നടത്തിയത്. ഒത്തിരി പ്രതികൂല സാഹചര്യങ്ങളുണ്ട്. എന്റെ ഭാര്യ എന്നെ തള്ളപ്പറഞ്ഞിട്ടുണ്ട്, എന്റെ കുഞ്ഞുങ്ങൾ എന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഒരു നേടുവാൻ തക്കൊണ്ട് എന്റെ സ്ഥാനത്ത് ദൈവം, എന്റെ സ്ഥാനത്ത് വേറെ രണ്ടുപേരും ആണെങ്കിൽ കർത്താവ് ഇത് എന്നെ ഉപേക്ഷിച്ചിട്ട് കളഞ്ഞു പോയി. പക്ഷെ ഞാൻ നിന്നതല്ല. എന്റെ ദൈവം എന്റെ അമ്മയുടെ ഉദരത്തിൽ മുമ്പ് എന്നെ കണ്ട ദൈവം എന്നെ തൃപ്തനാണ്. ഇത്രത്തോളം ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ എന്റെ കഴിവോ എന്റെ മിടുക്കോ കൊണ്ടൊന്നുമല്ല. ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിട്ടുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിലൊക്കെയും എന്നെ ഒരുപാട് മാനസികമായി പീഡിപ്പിച്ച അനേകം മാനേജന്മാരുണ്ട്. അവരുടെ നടുവിൽ എന്റെ പലതരത്തിലും അവിടെ വെച്ച് ഇത് മാത്രമല്ല ഒത്തിരി പ്രതികൂലങ്ങൾ ഒന്നൊന്നൊന്നായി ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുമ്പോൾ
ഈ മാനേജറിനെ ഉത്തരവിക്കും. അതുകൂടാതെ എൻ്റെ ഫാദർ എനിക്ക് കുറച്ച് വസ്തു ഉണ്ടായിരുന്നു, അതിനകത്ത് പിന്നെ കുറച്ച് റബ്ബറൊക്കെ മുറിച്ച് കളഞ്ഞപ്പോൾ കുറച്ച് റബ്ബറും തൈ അവിടെ കഷ്ടകാലം വരുമ്പോൾ എല്ലാം ഒരുമിച്ചാണ് വരുന്നത്. ഒത്തിരി പ്രതികൂലങ്ങൾ ഒന്നിനു മേലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് റബ്ബർ വെച്ചിട്ട് ഇല്ലാത്ത പൈസ കടം മേടിച്ച് കുറച്ച് റബ്ബറും തൈ വിട്ടതാണ്. റബ്ബറും തൈ വെച്ചിട്ട് ആ തൈ അങ്ങോട്ട് കിളിച്ചു വന്നതിന് ശേഷം ഒരിക്കൽ പോലും ഞങ്ങളുടെ ആ പ്രദേശത്തൂടെ സംഭവിക്കാത്ത കുറെ പാണ്ടിക്കാളുകൾ വന്ന് രാത്രി വന്നിട്ട് മൊത്തം ഒരു ശകലം പോലും ഒരു മൂട് പോലും വെക്കാതെ മൊത്തം കടിച്ച് പറിച്ചു കളഞ്ഞു. ഒരു മൂട് പോലും അവശേഷിക്കാതെ കഷ്ടകാലം വരുന്ന വഴി ഏതാണെന്ന് നോക്കണം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് മൂക്കിനകത്തോട് ഇങ്ങനെ കുടുകൂടാ ചോര വരും. എന്തുവാണെന്ന് എനിക്കറിയത്തില്ല. ഹോസ്പിറ്റലിൽ വൈകിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങനെ കുടുകൂടാ ചോര വന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടുത്തെ വലിയൊരു ഹോസ്പിറ്റലിലേക്ക് ഒരു ആംബുലൻസ് വിളിച്ചു. ആംബുലൻസ് കൊണ്ടുവന്നിട്ട് അവർ എന്നെ എടുത്തി തലയിൽ ഐസൊക്കെ വെച്ച് കുറച്ചാളുകൾ ഇരുത്തിയിട്ട് ഒക്കത്തില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. രാവിലെ ആകുമ്പോൾ എന്നെ തിരിച്ചു കൊണ്ടുവരും. വീണ്ടും പിറ്റേ ദിവസം ഇത് തന്നെ ഇങ്ങനെ ദിവസവും വരും, ആംബുലൻസ് വിളിക്കും. ഒരു ദിവസം ആംബുലൻസ് ആരുടെ പറഞ്ഞു, നിനക്ക് വേണ്ടിയിട്ടല്ല ആംബുലൻസ് വെച്ചിരിക്കുന്നത്, നിനക്ക് വേണമെങ്കിൽ ടാക്സി വെക്കണം പറഞ്ഞു. അങ്ങനെ ദിവസവും ഇങ്ങനെ പ്രതികൂലം. ഒരു ദിവസം എന്നെ അവിടുത്തെ ദേവദാസം വിളിച്ചൊരു വീട്ടിൽ കൊണ്ടിരുത്തിയിട്ട് ഒരു പായിട്ട് എന്നെ അവിടെ ഇരുത്തിയിട്ട് എന്നെ അവിടെ മുട്ടുമേ നിർത്തിയിട്ട് എൻ്റെ ചെവിക്കത്ത് ഇങ്ങനെ കൈവച്ചിട്ട് ഈ ചെവിക്കത്തോടെ ദൈവം മുദ്രയിട്ട് എന്നെ പ്രാർത്ഥിച്ചു. അന്ന് എൻ്റെ മൂക്കിൽ ആ രക്തം ഇന്നേ അതുപോലെ ഒരുപാട് പ്രതികൂലങ്ങൾ എന്നെ യോബിനെ ദൈവം പരീക്ഷിക്കുന്നു. അതുപോലെ എന്നെ ഒരുപാട് പരീക്ഷിച്ചിട്ടുണ്ട്. പിന്മാറി പോകേണ്ട ഒരുപാട് സാഹചര്യം എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അതിന്റെ നടുവിലൊക്കെ ദൈവം ഇത്രത്തോളം നടത്തി. എനിക്ക് പറയുവാൻ ഒരുപാടുണ്ട്, സമയം അത് പോകും. ദൈവദാസന് പറയാൻ സമയമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ക്ഷമയോദിക്കുന്നു. ഇത്രത്തോളം എന്നെ നടത്തിയ ദൈവത്തെ ഞാൻ നന്ദി നിറഞ്ഞ ദൈവത്തോടെ സ്തുതിക്കുന്നു. എന്നെയും എന്റെ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥന വീക്ഷണം സാക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ